ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എം ജിയുടെ ഇനി വരാൻ പോകുന്ന പുതിയ ഒരു ഇലക്ട്രിക് വണ്ടിയെ പറ്റിയാണ്. ഇതിന് മുമ്പ് ഇന്ത്യയിലൊക്കെ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് നടന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് ഇൻ്റർനാഷണലി ഇതിനു മുമ്പേ ഉള്ള വണ്ടിയാണ്. എം ജിയുടെ പേരിലല്ല, വൂളിംഗ് ക്ലൗഡ് EV എന്ന് പറഞ്ഞ പേരിലാണ് ഈ വാഹനം വരുന്നത്. പിന്നെ വേറെ ചില മാർക്കറ്റിൽ നമ്മുടെ ബൗജിൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ അണ്ടറിലും ഈ വണ്ടി വരുന്നുണ്ട്. ബൗജിൻ ജിൻഡുയോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, അതെനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല, ക്ഷമിക്കണം. എന്തായാലും MGP അടുത്ത് ഈ വാഹനത്തിൻ്റെ പുതിയൊരു ടീസറൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കൺഫേം ചെയ്യാം ഈ വാഹനം എന്തായാലും ഇന്ത്യയിൽ അധികം ലേറ്റ് ആവാണ്ട് തന്നെ ഇനിയിപ്പോൾ വരുന്നതായിരിക്കും എന്ന്. ഇതിനകത്ത് അവർ പറയുന്ന കംഫർട്ട് ഓഫ് എ സെഡാൻ ആൻഡ് എക്സ്പാൻസ് ഓഫ് എൻ SUV എന്നാണ്. അതായത് നമുക്ക് സെഡാൻ്റെ കംഫർട്ടും അതുപോലെ SUVയുടെ ഏകദേശം അതുപോലെ വരുന്നൊരു രൂപമൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഇൻ്റർനാഷണൽ മോഡൽസ് കണ്ടാലും നമുക്ക് അങ്ങനെ തോന്നും. ഞാനത് കാണിച്ചു തരാം, അതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് നോക്കാം. ഇതിനെ അവർ CUV എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അതായത് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ. ബേസിക്കലി നമുക്ക് ഇന്ത്യയിൽ വരുന്ന SUVs എല്ലാം ക്രോസ് ഓവേഴ്സ് ആയിട്ട് പറയാം. പിന്നെ അവരതിനെ SUV എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ഇക്കാര്യത്തിൽ അവരെന്തായാലും ഇവിടെ CUV എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ CUV എന്ന് പറഞ്ഞ പേര് നമുക്ക് ഈ വണ്ടി കാണുമ്പോൾ തോന്നും, കാരണം ഇത് ശരിക്കും പറഞ്ഞത് കാണുമ്പോൾ SUV പോലെ തോന്നുന്നൊന്നുമില്ല. കറക്റ്റ് ഒരു ഹാഷ് ബാക്കിൻ്റെ ലുക്കാണ് ഈ വാഹനത്തിന് കിട്ടുന്നത്. കൂടുതലും ഒരു എന്താ പറയുന്നത്, ഒരു MPV പോലത്തേക്ക് ലുക്കാണ് എനിക്ക് ഈ വണ്ടി കണ്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു പേര് വിളിച്ചത്. കാരണം ഇതിന് SUV എന്ന് എന്തായാലും അവർക്ക് വിളിക്കാൻ പറ്റില്ല. ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഹാഷ് ബാക്ക് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഓൾറെഡി വണ്ടി മാർക്കറ്റിൽ ഫ്ലോപ്പായ അവസ്ഥയാണ്. കാരണം ആരും വാങ്ങില്ല ഇത്രയും വിലയുള്ളൊരു ഹാഷ് ബാക്ക് എന്നൊക്കെ പറയുമ്പോൾ. ഇതിൻ്റെ എക്സാക്ട് ലോഞ്ച് ഡേറ്റ് ഒന്നും നമ്മുടെ MG ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരുടെ ലാസ്റ്റ് കാണിച്ച ടീസറിലും അതില്ലായിരുന്നു, കമ്മിങ് സൂൺ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത് എന്തായാലും അവർ പുതിയൊരു ടീസർ കൊണ്ട് കാണിച്ചായിരുന്നു, ഒരു പുതിയ പോസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ അകത്ത് ഈ വാഹനത്തിൻ്റെ പേര് അധികം വൈകാതെ തന്നെ റിവീൽ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പേരെന്തായാലും ഡിഫറൻ്റ് ആയിരിക്കും, കാരണം നമുക്ക് ഇന്ത്യയിൽ വൂളിങ്ങിൻ്റെ എയർ EV എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കോമറ്റ് എന്ന് പറഞ്ഞ പേരിൽ അവർ ഇറക്കിയത്. ഈ വണ്ടിയും വൂളിംഗ് ക്ലൗഡ് EV എന്ന് പറഞ്ഞ പേരിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ അറിയപ്പെടുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും MGയുടെ പേരിൽ നമുക്കിപ്പോൾ കോമറ്റ് പോലെ എന്തെങ്കിലും ഒരു പേരിലായിരിക്കും അവരോട് ഇറക്കാൻ പോകുന്നത്. അതെന്തായാലും അധികം വൈകാതെ റിവീൽ ചെയ്യും. മിക്കവാറും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും പേര് റിവീൽ ആയിട്ടുണ്ടാകും. ഇൻ കേസ് പേര് റിവീൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പിൻഡ് കമൻറ്റ്സ് നോക്കിയാൽ മതി, അതിൻ്റെ അകത്തേയും കൊടുത്തേക്കാം. നമുക്കിതിൻ്റെ ഡിസൈൻ ജസ്റ്റ് നോക്കാം. ഇത് ഒഫീഷ്യലി അൺവെയിൽ ആയിരിക്കുന്ന MGയുടെ ഡിസൈൻ അല്ല, പക്ഷേ എന്തായാലും അവർ കാണിച്ചിരിക്കുന്ന ടീസറിലൊക്കെ സെയിം ലുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജസ്റ്റ് MGയുടെ ലോഗോ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ഇന്ത്യക്ക് വേണ്ടിയുള്ള കസ്റ്റമൈസേഷൻ ഉണ്ടാവും, അതായത് നമ്മുടെ മറ്റേ സസ്പെൻഷൻ്റെ കാലിബ്രേഷൻ, പിന്നെ ചെറിയ ഫീച്ചേഴ്സിൻ്റെ അഡീഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ. ബേസിക്കലി ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള DRLs ആണ് വരുന്നത്. ടോപ്പ് പോർഷനിലാണ് ഇതിന് DRLs കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴത്തെ പോർഷനിലേക്ക് വരുമ്പോഴേക്കും ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് കിട്ടുന്നത്. പ്രൊജക്ടർ ലൈറ്റ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് എവിടെയും നമുക്കൊരു ഓപ്പണിങ്ങോ സംഭവങ്ങളൊന്നും ടോപ്പ് പോർഷനിലായിട്ട് വരുന്നില്ല, കാരണം ഇലക്ട്രിക് വണ്ടിയാണ്, അതിൻ്റെ ആവശ്യമില്ല. താഴത്തെ പോർഷനിൽ നമുക്ക് ചെറിയ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ക്യാമറയുടെ മോഡ്യൂളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കാണാം. അത് നമുക്ക് ഇന്ത്യയിൽ വരുന്ന വണ്ടിയിൽ 360 ക്യാമറ ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഇൻ കേസ് അവർ ഇതെടുത്ത് കളയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. പക്ഷേ MG ആയതുകൊണ്ട് ഫീച്ചേഴ്സ് അവരെടുത്ത് കളയാനുള്ള ചാൻസ് കുറവാണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇത് വൂളിങ്ങിൻ്റെ അലോയ്സിൻ്റെ ഡിസൈനാണ്. അലോയ്സിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തായാലും വ്യത്യാസം ഉണ്ടാകും. ഇതും മറ്റേ നമ്മുടെ എയറോഡൈനമിക് എഫിഷ്യൻസിയുള്ള അലോയ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മോണോടോൺ ഫിനിഷിൽ വരുന്നത്, ഡുവൽ ടോൺ അല്ലെങ്കിൽ ഡയമണ്ട് കട്ടൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം, നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതായത് പോപ്പ് ഔട്ട് ഡോർ ഹാൻഡിൽസ് ആണ്, നമ്മൾ XUV 700 കണ്ടതുപോലെ. മിറേഴ്സിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഒഴുകി വരുന്ന ഡിസൈൻ കാണുമ്പോൾ എല്ലാവരും ഒറ്റ പാനൽ പോലെ തോന്നും, പക്ഷേ ആക്ച്വലി സി പില്ലറിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് അവിടെ അഡീഷണൽ കോട്ട ഗ്ലാസ് സംഭവങ്ങളൊന്നും അവൈലബിൾ അല്ല. അതിൻ്റെ ഒരു ഡിസൈൻ അവർ മിമിക് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ കാണുമ്പോൾ വണ്ടിക്ക് മൊത്തത്തിലുള്ള ഒറ്റ പാനലിൽ ലുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡിസൈൻ നല്ലതാണ്. പിന്നെ ഇവിടെ ഇവർ ടിൻറ്റഡ് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തായാലും നമുക്കത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നോർമൽ ഫിനിഷ് ആയിരിക്കും ഉണ്ടാവുക. ഇതിന് ഫോട്ടോസിൽ കാണുമ്പോൾ എന്തോരം ലെങ്ത് തോന്നും എന്നെനിക്കറിയില്ല, പക്ഷേ എന്തായാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. 4295 മില്ലിമീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. 1850 മില്ലിമീറ്റേഴ്സിൻ്റെ വിട്ടും വരുന്നുണ്ട്. അതായത് ഡയമെൻഷൻസ് വൈസ് ഒന്നും നമുക്ക് കുറ്റം പറയാനില്ല. ഏകദേശം ഒരു ക്രെറ്റയുടെ അടുത്തൊക്കെ സൈസ് ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും വളരെ പ്ലെയിൻ ആയിട്ടുള്ള റീഡിസൈൻ ആണ്. നമുക്ക് വേറെ അഡീഷണൽ സംഭവങ്ങളൊന്നും ഫ്രണ്ടിൽ വരുന്ന പോലെ തന്നെ വരുന്നില്ല. ഇവിടെ നമുക്ക് ബാക്കിൽ ടെയിൽ ലാംപ്സ് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ വണ്ടികളൊക്കെ ടോപ്പ് പോർഷനാണ് കണക്റ്റഡ് ലൈറ്റ്സ് കൊടുക്കാറുള്ളത്. ഇതിൻ്റെ അകത്ത് അവർ നേരെ താഴത്തോടെ വലിച്ച് അവിടെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാംപ്സ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി LED ഡിസൈനിലാണ് വരുന്നത്. ചെറിയ ടെയിൽ ലാംപ്സ് ആണ്, ഭയങ്കര വലിയ എക്സ്റ്റൻഷൻ ഒന്നുമില്ല. പക്ഷെ എന്നാൽ സ്ലീക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ആ എൻഡിലത്തെ പോർഷനിലേക്ക് വരികയാണെങ്കിൽ ടെയിൽ ലാംപ്സ് കുറച്ച് വലുതാണ്. ഇപ്പോൾ സ്ലീക്ക് ടെയിൽ ലാംപ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കർവിൻ്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കാം. അതിൻ്റെ ടെയിൽ ലാംപ്സ് ഒരൊറ്റ ലൈനിലാണ് നിൽക്കുന്നത്, ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ റിയർ സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ പോർഷനിലേക്ക് നമ്മുടെ വിൻഷീൽഡിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴേക്കും ചെറിയൊരു ബൾജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഈ വാഹനത്തിന് വിൻഷീൽഡിൻ്റെ താഴത്തോടെ റൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രോം എലമെൻറ്റ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഇവരുടെ വണ്ടിയിലുള്ള സാധനങ്ങളാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രം.
പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ വൂളിങ്ങിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊമറ്റിൻ്റെ കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നും. ഡാഷ്ബോർഡ് ഡിസൈനിലല്ല, പക്ഷേ കുറച്ച് പാർട്സ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊമറ്റിൽ കണ്ടതുപോലെയുള്ള 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടമാണ്. അതുപോലെ അതിൻ്റെ അകത്ത് കൺട്രോൾസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നടുവിൽ ചെറിയൊരു ക്രോം റിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഡിസ്പ്ലേ വളരെ വലുതാണ്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ സൈസ് നോക്കുമ്പോൾ അതിനേക്കാൾ വളരെ ചെറുതായിട്ടും തോന്നും. അത് ഇപ്പോഴത്തെ ഒരു ചെറിയ ഡിസൈൻ ട്രെൻഡാണ്. കുറച്ച് കഴിയുമ്പോൾ വണ്ടികളിലൊക്കെ ഇങ്ങനെയാവും വരാൻ പോകുന്നത്. പണ്ടിങ്ങനെ ആയിരുന്നു, അനലോഗ് ആയിരുന്ന കാലത്ത്. പക്ഷേ ഇനിയിപ്പോൾ ഡിജിറ്റൽ സ്ക്രീൻ, നടുവിൽ ചെറുതും, ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഭയങ്കര വലുതായിരിക്കും. നമ്മുടെ BYD ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ടെസ്ലയിൽ പിന്നെ അങ്ങനെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പോലത്തെ സ്ക്രീനും ഇല്ലല്ലോ, ആകെപ്പാട് സെൻറ്ററിലുള്ള ഒരു വലിയൊരു സ്ക്രീൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് പിന്നെ ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ലെയർ ഉണ്ട്. അതിൻ്റെ അകത്ത് വേറെ അഡീഷണൽ പൊങ്ങലും താഴ്ചയൊന്നുമില്ല, ഒറ്റ ലെയറാണ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഇതിൻ്റെ അകത്തുണ്ട്. സെൻറ്റർ കൺസോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല വലുപ്പമുള്ളൊരു ആംറസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുൾ ബ്ലാക്ക് തീമിലുള്ള ഇൻറ്റീരിയേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സീറ്റ്സിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കാണാം, നമുക്ക് ആ സെയിം സീറ്റ്സ് ഇന്ത്യയിലേക്ക് വരും എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്തായാലും അതിൻ്റെ പാറ്റേൺ അവർ കൊടുത്തിരിക്കുന്ന രസമാണ്. നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒരു സോഫയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഫീൽ കിട്ടും ഈ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഡോർ പാഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കുറേ പാർട്സ് ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആ സ്പീക്കേഴ്സ് ഒക്കെ വരുന്ന സ്ഥലം, അവിടെയും കുറച്ച് എക്സ്റ്റൻഷൻ പോലെയൊക്കെ ഡിസൈൻ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. AC വെൻസ് എല്ലാം ഒരൊറ്റ പാനലിൽ ഇരിക്കുന്ന പോലെയാണ് വരുന്നത്. നടുവിലത്തെ ഒരു പോർഷനിൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ട് വെൻസിൻ്റേതായിട്ട്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ചിലപ്പോൾ ഓൾ ബ്ലാക്ക് വരാം, ചിലപ്പോൾ ഡ്യുവൽ ടോൺ വരാം. അതൊക്കെ അവർ ഇന്ത്യയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ചിരിക്കും. ഇതിൻ്റെ ബാറ്ററി കൺഫിഗറേഷൻസ് ഇന്ത്യക്ക് വേണ്ടിയുള്ളത് കറക്റ്റായിട്ട് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ പുറത്തുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒരു 37.9 kWh ബാറ്ററി പാക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 50.6 kWh ബാറ്ററി പാക്കാണ്. ഇതിനകത്ത് ചെറിയ ബാറ്ററി പാക്കിൻ്റെ ക്ലെയിംഡ് റേഞ്ച് ഇൻ്റർനാഷണലി വരുന്ന 360 km ആണ്. അതുപോലെ വലിയ ബാറ്ററി പാക്കിൻ്റെ ക്ലെയിംഡ് റേഞ്ച് ഇൻ്റർനാഷണലി വരുന്ന 460 km ആണ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും എന്തായാലും ക്ലെയിംഡ് റേഞ്ച് വളരെ കൂടുതലായിരിക്കും. ചെറിയ ബാറ്ററി പാക്കിൻ്റെ 450 400 റേഞ്ചിലൊക്കെ എത്തിയേക്കാം. വലിയ ബാറ്ററി പാക്കിൻ്റെ ചിലപ്പോൾ 500-ന്റെ മുകളിലും വന്നേക്കാം. കാരണം നമ്മുടെ കർവിലൊക്കെ ഇനിയിപ്പോൾ 55 kWh ആണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തും 50 kWh എന്ന് പറയുമ്പോൾ നമ്മൾ ZSEVയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ബാറ്ററിയുടെ സൈസ്. സോ അക്കാര്യത്തിൽ നമുക്ക് സിമിലാരിറ്റിയും പറയാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേർഷൻസ് ഓൾമോസ്റ്റ് ZSEV ആയിട്ട് സിമിലർലി പ്രൈസ്ഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബേസിക് വേർഷൻസ് എന്തായാലും അവർ കുറച്ചും കൂടെ ചീപ്പർ റേറ്റിലായിരിക്കും ഇറക്കാൻ പോകുന്നത്. ഈ വണ്ടിയുടെ പ്ലേസ്മെൻറ്റ് ഒറിജിനലി വരാൻ പോകുന്നത് നമ്മുടെ കൊമറ്റിൻ്റെയും അതുപോലെ ZSEVയുടെയും ഇടയിലാണ്. അതായത് ഏകദേശം നെക്സോൺ EVയുടെ ഒക്കെ ഒരു റൈവലായിട്ട് പറയാം. പക്ഷേ അതിനേക്കാൾ ഈ വണ്ടിക്ക് കമ്പാരിറ്റീവ്ലി വലുപ്പവും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കാലിറ്റി വൈസ് ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഈ വണ്ടിയായിരിക്കും. പിന്നെ ഇന്ത്യയിലെ MGയുടെ ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ അത്യാവശ്യം സെയിൽസ് ഉണ്ട്. ഒറിജിനലി നമ്മുടെ ZSEV ഇറക്കിയപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല റിസപ്ഷൻ കിട്ടിയ ഒരു വണ്ടിയാണ്. ടാറ്റ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് പൊസിഷനിൽ MG ആയിരുന്നു. പക്ഷേ ഈ അടുത്ത മഹീന്ദ്ര അവരുടെ XUV 400 ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് MG ഒരു മോശം കോമ്പറ്റീറ്റർ ആണ് ഇലക്ട്രിക് വണ്ടികളുടെ സ്പേസിൽ എന്ന് പറയാൻ പറ്റില്ല. തേർഡ് പൊസിഷനിൽ ഇപ്പോൾ MG നിൽക്കുന്നുണ്ട്. ഈ വണ്ടി ഇപ്പോൾ അവർ ജസ്റ്റ് ടീസേഴ്സ് ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലോഞ്ച് സെപ്റ്റംബറിലായിരിക്കും എന്ന് പറയുന്നു. അതായത് ഓഗസ്റ്റിൽ ഇതിൻ്റെ ലോഞ്ച് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും പേരും സംഭവങ്ങളൊക്കെ അധികം വേഗാതെ അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.